അങ്ങനെ നമ്മുടെ അടുത്ത ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഗുജറാത്തിലാണ്. അപ്പോൾ ഗുജറാത്തിൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത സ്ഥലത്തേക്ക് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാനും കൂടെയാണ് ഇന്ന് വണ്ടി ഓടിക്കുക. ഞങ്ങൾ രണ്ടും കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഗുജറാത്തിൽ കൂടെ ഷട്ടിൽ സർവീസാണ് ഇരുവിലേക്ക്. നമ്മൾ നോക്കാം എവിടെ വരെ പോകുമെന്നുള്ളത്. ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല ഈ റോഡുകളിലൊക്കെ ഇതുപോലെ നമുക്ക് ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ വഴിയോരങ്ങളിൽ താമസിക്കുന്ന കുറേ ആളുകൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. വഴിയോരങ്ങളിങ്ങനെ ഈ എരുമകളും പോത്തുകളും അത്യാവശ്യം ഇങ്ങനെ ഫുള്ളിങ്ങനെ ആൾക്കാരുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഗുജറാത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ ഇപ്പുറം എന്ന് പറയുന്നത് റെയിൽവേയുടെ ക്വാർട്ടേഴ്സുകളാണ്. ഈ സൈഡുകളിലൊക്കെ ഉള്ളത് റെയിൽവേയുടെ ക്വാർട്ടേഴ്സുകളാണ് ഇതൊക്കെ. ഉണ്ടോ? അപ്പം എല്ലാ റോഡിലും ഇതുപോലെ ബമ്പുകളുണ്ട്. ഇത് ഗർഭ കളിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഓരോ സംഭവങ്ങൾ ചെയ്യാണ്. റെയിൽവേയുടെ ഗർഭകളിയാണ്. ഇത് കമ്മ്യൂണിറ്റി ഹാളാണ് ഇവിടുത്തെ. ഗുജറാത്ത് അഹമ്മദാബാദിലെ കമ്മ്യൂണിറ്റി ഹാള്. അത്യാവശ്യം ഇവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ താമസിക്കാനായിട്ടും ഒക്കെ. ഇപ്പോൾ പുറത്തുനിന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു വലിയ പ്രോഗ്രാം നടത്താനായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഈ സൈഡിലത്തെയൊക്കെ റെയിൽവേയുടെ ഇതുകളാണ്. ഇത് മൊത്തം റെയിൽവേയുടെ ഏരിയ ആണ് മൊത്തം ഇവിടുത്തെ ഓരോ സംഭവങ്ങളും. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അഹമ്മദാബാദിലെ മെയിനായിട്ടുള്ള സിറ്റിയുടെ ഇതിലൂടെയാണ്. ഇവിടെ 8 വരി പാതയാണ്. 8 ലൈനുണ്ട്. ഈ സാധാരണ ആൾക്കാരുടെ കാറുകളും കാര്യങ്ങളും സ്കൂട്ടറുകളും ഓട്ടോകളും കാര്യങ്ങളും പോകാനായിട്ട് 3 ലൈൻ 2 സൈഡിലും, നടുക്കാണെന്നുണ്ടെങ്കിൽ BRTS ബസ്സുകൾ പോകാനായിട്ടുള്ളതും ആ നടുക്ക് ബസ് സ്റ്റോപ്പ് എടുത്താണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ. ഇപ്പോൾ അടുത്ത കാണാൻ പോകുന്നത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ. ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉള്ള ബസ് സ്റ്റോപ്പുകളും കാര്യങ്ങളുമാണ് ഇവിടുത്തെ ഇത് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുഭാഷ് ബ്രിഡ്ജിലൂടെയാണ്. ബ്രിഡ്ജ് വരുമ്പോഴത്തേക്ക് 4 വരി പാതയാണ്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് മെട്രോയുടെ ലൈനും കാണാം. ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പവർ ഹൗസ്. ഈ പവർ ഹൗസിനകത്താണ് ഫുള്ള് പവറും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ടോറൻ്റ് പവർ ഹൗസ് എന്ന് പറയുന്ന സംഭവമാണ്. വലിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് പവർ ഹൗസാണ്. ഇങ്ങനെ തൊട്ടടുത്ത് സംഭവങ്ങൾ ടോറൻ്റ് പവർ ഹൗസ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. അത്യാവശ്യം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ കണ്ട് 1.5-2 കിലോമീറ്റർ. നമ്മളങ്ങനെ ഗുജറാത്തിൻ്റെ ബസ്സിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. BRTS ബസ്സിൽ കൂടെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ചെയ്തേക്കുന്നത്. നമ്മൾ പോകുന്നത് കാക്കരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ ആൻറ്റിയും കൂടെ ജോയിൻ ചെയ്യുവാണ്. അപ്പം നമ്മൾ കാക്കരിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇവിടുത്തെ ബസ്സുകളൊക്കെ AC ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുത്തെ ചാർജ് ഒക്കെ കേട്ടാൽ നിങ്ങൾ വലിയ അന്തം വിട്ടു പോകും. 20 രൂപ ചാർജ് ഉള്ളൂ. ഏകദേശം ഇവിടുന്ന് 20 കിലോമീറ്ററോളം ഉണ്ട്. ഒരാൾക്ക് 20 കിലോമീറ്റർ പോകുന്ന പറയുന്നത് ഭയങ്കര എന്താണ്. പിന്നെ ഇവിടുത്തെ റോഡുകളെന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി റോഡുകളാണ്. സൂപ്പർ റോഡുകളാണ്. ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ്. അപ്പോൾ ബാക്കി കാഴ്ചയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇങ്ങനെ ആൾക്കാർ കയറും. അത് തുറന്നതിന് ശേഷം അത് തുറക്കുന്നില്ല ഇപ്പം. ഇങ്ങനെ തുറക്കും. തുറന്നതിന് ശേഷം ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് പോകും. ഡയറക്റ്റ് ആൾക്കാർ സെയിം മെട്രോയെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ്. റോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മേളിൽ കൂടെ പോകുന്ന മെട്രോയാണ്. അപ്പോൾ മെട്രോയുടെ പില്ലറുകളെല്ലാം നല്ല പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും. ഇപ്പോൾ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് വന്നത്. അപ്പോൾ നടുക്കൂടെ ഉള്ളത് ആൾക്കാർക്ക് നിൽക്കാനായിട്ട്, അതിനുശേഷം നടുക്ക് ബസ് സ്റ്റോപ്പ്. ഇതൊരു സിഗ്നൽ പോയിൻ്റ് ആണ്. അപ്പോൾ ഓരോ സംഭവങ്ങളെത്താണ്ട് അവിടെ മനു ഭാക്കർ, നമ്മളുടെ ബ്രോൺസ് മെഡലിസ്റ്റ്, ഒളിമ്പിക്സിൻ്റെ സംഭവത്തിനെയൊക്കെ അനുസ്മരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം അടിപൊളിയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ റോഡെന്ന് പറയുന്നത് ബസ്സുകൾക്ക് വേണ്ടി മാത്രമുള്ള റോഡുകളാണ്. ബാക്കി 2 റോഡുകളും
രണ്ട് സൈഡിലുള്ള റോഡുകളും ഇതിനു വേണ്ടിയുള്ളത് കാറുകൾക്ക്. അത്യാവശ്യം അതുപോലെ ഡെവലപ്പായിട്ടിരിക്കുകയാണ് ഗുജറാത്ത്. ഇതാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നേരെ കാണാൻ സാധിക്കും ഇങ്ങനെ വാതിലുകളുണ്ട്. നമ്മൾ നേരെ ഇവിടെ പോയി നിൽക്കും. ഇവിടെ പോയി നിൽക്കാൻ നേരം ആളുകൾ നടുക്കത്തുനിന്ന് ഇങ്ങനെ കയറി നടന്നു വരും. ഇതാണ് ഇവിടുത്തെ ഇത്. അപ്പോൾ ഫ്രണ്ടിലത്തെ വാതിൽ തുറക്കും. അടിപൊളിയാണ് ഗൈസ്. ഒരു കുട്ടി തണ്ട് മറ്റേ നമ്മുടെ നാടുകളിലൊക്കെ കാണിക്കുന്ന പോലെ കയറിയാൽ സർക്കസ് കളിക്കുന്ന നാടോടി പെൺകുട്ടിയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു ലേക്കിൻ്റെ മേളിൽ കൂടെയാണ് പോകുന്നത്. ഒരു ഓവർ ബ്രിഡ്ജാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ലേക്കാണ്. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുകയാണ്. ഈ സൈഡുകളിൽ കാണാൻ പറ്റുന്ന ഇവിടുത്തെ വീടുകളാണ്. അടിപൊളിയായിട്ടുള്ള നമ്മൾ സബർമതിയിൽ കണ്ട പോലെ റിവർ ബാങ്ക് എല്ലാവരും നല്ലോണം കെട്ടി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഇവിടുത്തെ. ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്. ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അംഗൻവാടി കണ്ടോ ഗൈസ്? അംഗൻവാടി. ഇതാണ് ഇവിടുത്തെ ലോക്കൽ എക്സ്പീരിയൻസസ് ഓഫ് ഗുജറാത്ത്. നമ്മളിപ്പോൾ AC ബസ്സിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിന് വരാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഒരു ബസ്സിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ലോക്കലായിട്ടുള്ള ഏരിയകൾ കാണാനായിട്ട് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഔട്ട് സൈഡർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമുക്കിങ്ങനെ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ടാണ് ഈ ഒരു സൗകര്യം. വരുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു കട എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഷൂ നിർമ്മിക്കുന്ന കടയാണ്. അത്യാവശ്യം ഇങ്ങനെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ കുറേ കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഈ റോഡിൻ്റെ നിയമങ്ങളെല്ലാം ലംഘിക്കുന്നതും അത്യാവശ്യം എന്താ പറയുക, ആൾക്കാരൊക്കെ റഫായിട്ടും ടഫായിട്ടൊക്കെ ഓടിക്കുന്നതും കാര്യങ്ങളൊക്കെ നമുക്കിപ്പം കാണാൻ സാധിക്കും. വണ്ടി നടുക്കൂടെ ഓടിക്കല്ല എന്നുള്ള സംഭവത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് ഇവിടെ നടുക്കൂടെ ഓടിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കാക്കേരിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ലേക്ക് വ്യൂ ഒക്കെ ഉള്ള അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ് കാക്കേരിയ എന്ന് പറയുന്നത്. ഇതൊരു സൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കാഴ്ച ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി ഫീ ഉണ്ട്. 10 രൂപയാണ് എൻട്രി ഫീ. അപ്പം ഇതിൻ്റെ ടൂറും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. റിവറിൻ്റെ ക്രൂയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം എങ്ങനെ നമുക്ക് നോക്കാം. അവിടുന്ന് അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അവിടെ 10 രൂപയാണ് ഫീസ്. അവിടുന്ന് നമ്മൾ അകത്തേക്ക് കയറാൻ നേരം ഇങ്ങോട്ട് പോകാൻ നേരം സൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡിൽ ബോട്ടിങ്ങും കാര്യങ്ങളും. നേരത്തെ 2 രൂപ ഉള്ളായിരുന്നു, ഇപ്പോൾ അത് 10 രൂപയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ഇതാണ്. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെയും അതുപോലെ തന്നെ ഗേറ്റ് നമ്പർ 6 ആയ സൂവിൻ്റെയും കാര്യങ്ങളെല്ലാം ഹെഡ് ചെയ്തുകൊണ്ടാണ്. അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഇവിടെ ഒരു പ്ലേ ഏരിയകളൊക്കെയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആക്കിയത് കൊണ്ടാണ് ഈ ഒരു കാക്കേരിയ പാർക്ക് എന്ന് പറയുന്ന ഇത് ചെയ്തേക്കുന്നത്. ലേക്കിനാണ് ഈ ലേക്കിനും അതുപോലെ തന്നെ കാക്കേരിയ പാർക്ക് എന്ന് പറയുന്നതും വൺ ഓഫ് ദ ഫേമസ് ഇൻ അഹമ്മദാബാദാണ്. വൺസ് നിങ്ങൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ഔട്ട് ആക്കാത്തൊരു സ്ഥലം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കാക്കേരിയ എന്ന പ്ലേസ് നമുക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാക്കുന്നതെന്നുള്ളത്. പോകുന്ന വഴികളിലാണെങ്കിൽ വലിയ വലിയ മരങ്ങളും കാര്യങ്ങളും അണ്ണാനുകളും ഒക്കെ ഒത്തിരി കിളികളും ഒക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ വളരെ കുറവാണ്. പിന്നെ അവിടെ ഇവിടങ്ങളിൽ നമുക്ക് കുറേ ആൾക്കാരൊക്കെ കാണാൻ സാധിക്കും. ഇന്ന് ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് ഇവിടെ ഇതില്ലാത്ത, അല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒത്തിരി കാണുന്നതാണ്.
ഫൺ കാർണിവലിലേക്ക് തീം പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു തീം പാർക്കാണ്. ഇവിടുത്തെ 50 രൂപയാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ്. 50 രൂപയ്ക്കകത്ത് നമുക്ക് കോയിൻ ഹൗസ്, മിറർ ഹൗസ്, ഷൂ ഹൗസ്, ഗ്ലോ സ്റ്റേഷൻ, സെൽഫി സോണ്, ലാൻഡ്സ്കേപ്പ് ഗാർഡൻ അങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ മേളിൽ കയറി വരുമ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറ്റും. അടുത്തില്ലാണെന്നുണ്ടെങ്കിൽ മ്യൂസിക് പാടുന്ന ഇതും. ഇതിൻ്റെ മുകളിലൊക്കെ കയറാണ്ട് പിന്നെയും പൈസ കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ആണ് അല്ല, ഇത് ഇത്രേ ഉള്ളൂ. ഓരോ മിററിനകത്ത് നോക്കാൻ നേരം നമ്മൾ ഓരോ ഇതായിട്ട് പോകുന്നുണ്ടില്ലേ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു ഗെയിമിംഗ് സ്റ്റേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാ, അത്യാവശ്യം ഇതിനകത്തെല്ലാം മൊത്തം പൈസ കേട്ടോ. ഓരോ ഗെയിം കളിക്കുന്നതിനും ഓരോ കോയിൻ വെച്ച ഓരോ കോയിനും 80 രൂപയാണ് ഓരോ ഗെയിം കളിക്കുന്നതിനും ഉള്ളത്. ഇത് VR ആണ്, വെർച്വൽ റിയാലിറ്റി ആണ്. അത്യാവശ്യം കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നോക്കാം. ഓരോ സൈഡുകളാണ് അത്യാവശ്യം. ഇങ്ങനെ ഇവിടെ എല്ലാത്തിനും എന്ത് സാധനം കയറുവാണെന്നില്ല 60 രൂപ, 70 രൂപ, 80 രൂപ, 100 രൂപ ഓരോ സംഭവത്തിനും. നമ്മൾക്ക് എൻട്രി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ 50 രൂപ ഈ സാധനത്തിനകത്ത് കയറാനായിട്ട്. മൊത്തം ഒരു കത്തി സെറ്റപ്പാണ്. ഇവിടെയാണ് ബസ്സുകളും കാര്യങ്ങളും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി പോകാം. ഇതിനകത്തോടെ മേലോട്ട് പോയിട്ട് ഇത് കുറേ വെളിയിലോട്ടുള്ള വഴിയാണ്. ഇപ്പോൾ ഈ സൂവിനകത്തെ മെയിനായിട്ടുള്ളൊരു പുലിയുടെ അടുത്തോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. പുലിനെ നമുക്ക് ഇത്ര അടുത്ത് കാണാൻ സാധിക്കും. പുലി എങ്ങാനും ഇവിടെ ഒരു വാടാ ഇങ്ങോട്ട് കണ്ടാ അങ്ങോട്ട് വരെ പോവാതെ. എൻ്റെ മലയാളമൊന്നും അറിയത്തില്ല. ഹിന്ദി പുലി ആയതുകൊണ്ട് ഹിന്ദിയിൽ വിളിക്കണം തോന്നുന്നു. ബേട്ടാ ഇതറാവോ. കണ്ടോ ബാബാ ഇങ്ങോട്ടോ ഇവിടോട്ട് വാ. അങ്ങനെ ഒരു ഫുൾ റൗണ്ട് അടിച്ചതിന് ശേഷം തിരിച്ചിനി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടുന്ന് വീണ്ടും ബസ് കയറിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ മണിനഗർ ഇറത്തും. മണിനഗറിൽ നിന്ന് പിന്നെ നമ്മൾ സുഭാഷ് ഇതിലേക്ക് പോകണം. അങ്ങനെയാണ് നമ്മളങ്ങനെ ഇന്നത്തെ രാവിലത്തേതും വൈകിട്ടത്തേതും നമ്മൾ ഓട്ടോയ്ക്ക്